ആലുവേ ഹലോ, ഇന്ന് 8 നോമ്പ് തുടങ്ങുമല്ലേ? 8 നോമ്പ് തുടങ്ങിയാണ്. 8 നോമ്പ് അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 1 തീയതിയാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. നീ ഇന്ന് പ്രാർത്ഥിക്കുക ചെയ്ത് എഴുന്നേറ്റ് അല്ലേ? എപ്പോ കഴിഞ്ഞു? രാവിലെ എപ്പോ എണീറ്റു? ഞങ്ങൾ രാവിലെ 6 മണി 6:30 ആയപ്പോ എണീറ്റു. 6:30 ആയപ്പോ എണീറ്റു അല്ലേ? ഞാൻ രാവിലെ ഇവിടെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ഞങ്ങൾ ഇച്ചിരി നേരത്തെ എണീറ്റ്. ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. അതിനോ? 8 നോമ്പ് തുടങ്ങുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഓർത്തത്. ഓ അങ്ങനെ. നീ ഇറച്ചി മീനൊന്നും പാടില്ല കേട്ടോ. ഇറച്ചി മീനൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇറച്ചി മീനില്ലാതെ കഴിക്കാനായിട്ട് വലിയ മടിയുള്ള കൂട്ടത്തിലെ ആൾക്കാരുമാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പൊ നമ്മൾ ഇച്ചിരി സ്പെഷ്യൽ ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വെച്ചു. നല്ല തീരുമാനം. അതാണ് രാവിലെ എല്ലാവരും അടുക്കള ഒച്ചപ്പാടൊക്കെ കേട്ടത്. രാവിലെ ചെറിയ തട്ടുമുട്ടൊക്കെ ആയിരിക്കാണ്. നമുക്ക് അടുക്കളയിൽ പോയാലോ? അടുക്കളയിലോട്ട് പോവാം. ചെറിയ കുടുംബത്തിന്റെ ചെറിയ വെജ് ഫ്രൈഡ് റൈസ്. അതിന് ക്യാരറ്റ് വേണം, ഉള്ളി വേണം, പയർ വേണം, ഇച്ചിരി ഗ്രീൻ ബീൻസ് വേണം. പിന്നെന്നാ റൈസിനകത്തോട്ട് ഇല്ല, ഞാൻ മറ്റേ സപ്പോർട്ടറാ. എടുത്തേക്കുന്നത് ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസിൽ വെള്ളയുണ്ട്, ചുമലയുണ്ട്. നമ്മളിപ്പോൾ ചുമല എടുത്തേക്കുന്നത്. ഇതിന് ഇച്ചിരി കൂടെ വേവുണ്ട്. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് വെന്തങ്ങ് കുഴഞ്ഞു പോകും. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കുറച്ച് ഡാൽഡ കഴിക്കാം. ഇച്ചിരി നെയ്യോട് കഴിക്കാം നമുക്ക്. തക്കോലമുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, കുരുമുളകുണ്ട്. നമുക്കിത് അങ്ങോട്ട് ചേർക്കാം. തിളച്ച വെള്ളമാണേ. എന്താ ചൂടാ? നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കളയ്ക്കാം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുക്കർ വെച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് അങ്ങ് ഊരും. വെയിറ്റ് ഊരിയിട്ട് നല്ലപോലെ ആവി വന്ന ശേഷം വെയിറ്റ് ഇടും. വെയിറ്റ് ഇട്ട് ബിസിലടിക്കാറാവിട്ട് അങ്ങ് നിർത്തും. ഞാൻ തട്ടിയാക്കി കേട്ട് ഇതിന്റെ വെജിറ്റബിൾസ് എല്ലാം വഴട്ടാൻ പോവാ. ഒന്നും വെക്കാൻ പറ്റത്തില്ല, അവൻ എത്തി പിടിക്കുന്നോണ്ടേ. എണ്ണ ഒഴിക്കാവേ. ഇത് ഫുള്ളും വഴറ്റിയെടുക്കണോ? ഇതെല്ലാം വഴറ്റിയെടുക്കണം. അവിടെ പയറുണ്ട്, അതെല്ലാം വഴറ്റണം. ഇച്ചിരി നമ്മൾ പറഞ്ഞില്ലേ ആവ് വരുമ്പോഴത്തേക്കും വിസിലിടുന്നു. ഇപ്പൊ ഒരു ആവ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും പറഞ്ഞ എന്താണെന്നറിയോ? ഇനി വിസിലടിക്കാൻ വരുമ്പോഴത്തേക്കും ഓഫ് ആക്കണം. വിസിലടിപ്പിക്കരുത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ക്യാരറ്റ് തട്ടാം. ഐ നല്ല സൗണ്ടില്ലേ? സാറ്റിസ്ഫാക്ഷൻ. ഫ്രഷ് ആണല്ലോ. നമ്മുടെയാണോ? നമ്മുടെ അല്ലല്ല, കടലേ അല്ലേ? കടയിലെ. രണ്ടുള്ളിലേക്ക് വീഴും, അതിന്റെ കുഴപ്പമില്ല. നീ അബദ്ധം പറ്റിയിട്ടേ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അതെ അതെ അതെ, നമ്മൾ മറ്റേ വിട്ടു കൊടുക്കില്ല. നന്നായിട്ട് വേണ്ട പറഞ്ഞു. നന്നായിട്ട് വരേണ്ടത് അല്ല, സവാളയ്ക്ക് മുമ്പ്. സവാളയ്ക്ക് മുന്നേ ഇത് വഴണം. ഞാൻ ഇച്ചിരി ഉപ്പിടാം. ഇതുണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് പള്ളിയിൽ പോകാനായിട്ട്. പുളിയെല്ലാം കിടക്കും അല്ലേ? എല്ലാം കിടക്കുകയാണ്. വന്നല്ലോ. ഇല്ല, ഇനിയിപ്പം പയറൂടെ ഇടാം. അപ്പത്തേക്ക് കറക്റ്റ് പാകത്തിന് വന്നോളൂ. സവാള ഇത് രണ്ടുകൂടെ ഇച്ചിരി കൂടെ വഴണ്ടിട്ട്. സവാള പെട്ടെന്ന് വഴലുകയല്ലേ. അങ്ങനെ ഇവിടെ എന്നാ പരിപാടിയാ? എന്നാ മൊത്തം അലമ്പിട്ടേക്കുന്നത്? കളിച്ചു വന്നോ അതോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണോ? പത്തം കൊണ്ട് എന്നാ ഉണ്ടാക്കാൻ പോന്നെ? ബിരിയാണി ഉണ്ടാക്കാൻ പോകണോ? അപ്പയ്ക്ക് തരാം ഇച്ചിരി. അപ്പയ്ക്ക് ഇച്ചിരി തരാം ബിരിയാണി ഉണ്ടാക്കിയത്. ഓക്കെ. ബാലമ്പെന്ന് പറഞ്ഞാണല്ലോ. ഇല്ലില്ല, കുഞ്ഞിനല്ല. ആണ്ട് വഴണ്ടു വന്നല്ലോ. ഇനിയിപ്പോ നമ്മൾ സവാള ഇടാൻ പോകണേ. അങ്ങനെ തോണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇളകി വരുന്നുണ്ട്. വഴളം ഇനി ഇതിന്റെ കൂടെ ഇടാണ്ടോ? ഇനി ഇതിലൂടെ കഴിയുമ്പോഴത്തേക്ക് കുരുമുളക് പൊടി ഇടും, സോയാ സോസ് ഒഴിക്കും. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ എന്നാ ചേർക്കുന്നതെന്ന് അറിയാവോ? സോയാ സോസ് ആണേ. ഞാൻ ഇച്ചിരി ഒഴിക്കുന്നുള്ളൂ. ചിലർക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അത് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. എസൻസ് നമുക്ക് ഇളക്കാൻ നേരത്ത് അതൊരു ഫ്ലേവറിന് മാത്രമല്ലേ. ഇറച്ചി മീനും ഇല്ല, നമുക്ക് നല്ലതായിട്ടൊരു സ്മെല്ലിലൊക്കെ കഴിക്കാം എന്നോർത്ത് ചേർക്കുന്ന. ഗ്രീൻ ബീൻസ് വെജിറ്റബിൾ അല്ലേ, അത് ഇടുക. നമ്മൾ നേരത്തെ ഇത് വേവിച്ച് വെച്ചായിരുന്നു. റൈസ് വെന്തു. ഇപ്പൊ കൊണ്ടുവരാം. അതിനകത്ത് മിക്സ് ചെയ്യാൻ നോക്കണ്ട.
പൊടിപിടൂന്നിരിക്കുന്നു നമ്മുടെ റൈസ്. നന്നായിട്ട് വന്നല്ലോ. ആ ഇനി നമ്മൾ കുറേശ്ശെ ഇതിനകത്തോട്ട് ഇടുക. കറക്റ്റ് പാവമാണ് റൈസ്. ആ കൊഴിഞ്ഞും പോയിട്ടില്ല. നല്ല അരിയാന്ന് തോന്നുന്നു അല്ലേ? നല്ല അരി ബസുമതി റൈസ് അല്ലേ. പൈനാപ്പിൾ എസൻസ് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്മെല്ല് ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇതിനെ നമ്മൾ മിക്സ് ആക്കണം. നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് അടച്ചു വെക്കണം, ചൂടുവാതെ വെക്കണം. എല്ലാരും കുളിച്ചു പെറുക്കി പള്ളിയിൽ പോകും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ തീർന്നിരിക്കുകയാണ്. അപ്പൊ അടുത്ത വിശേഷമായി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാവേ.